I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. ജനങ്ങളുടെ പ്രതീക്ഷകളാണ് ഓരോ വകുപ്പിനെയും മുന്നോട്ട് നയിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിലാകട്ടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അനുഭവഭേദ്യമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ ചികിത്സ രോഗിയുടെ അവകാശം, മരുന്ന് രോഗിയുടെ അവകാശം, കിടക്ക രോഗിയുടെ അവകാശം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആരോഗ്യ കേരളത്തിന്റെ പുതിയ അധ്യായങ്ങൾ തുറന്നിടുകയാണ്. ശുചിത്വം ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ആരംഭിക്കണം. ഈ ആശയം മുൻനിർത്തി മെയ് 30 തുടക്കം ക്ലീനിംഗ് ക്യാമ്പയിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഡ്രൈ ഡേ കലണ്ടർ തയ്യാറാക്കി ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരണം. വെള്ളിയാഴ്ച സ്കൂളുകളിൽ, ശനിയാഴ്ച ഓഫീസുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ച വീടുകളിൽ. ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സ്കൂൾ തല പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പയിന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം ശാസ്ത്രീയമായി മനസ്സിലാക്കി അത് പ്രതിരോധിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പൊതുജനാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടുന്ന ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റി വിശദമായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടായി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറി. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ആരോഗ്യമേഖലയുടെ പുനരുജ്ജീവനത്തിന് കായകൽപ്പം. ഓരോ ജില്ലകളിലെയും ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആരോഗ്യമേഖലയുടെ നവീകരണത്തിനും തുടക്കമിട്ട് നടപ്പിലാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. ജൂൺ 9 കോഴിക്കോട് വെച്ച് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. സംസ്ഥാനത്താദ്യമായി മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായുള്ള വിർച്വൽ ഓട്ടോപ്സി സൗകര്യം 30 കോടി രൂപ ചെലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നതിന് തീരുമാനമായി. താമരശ്ശേരി ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തി ആവശ്യമായ സ്റ്റാഫ് പാറ്റേൺ ഒരുക്കും. പേരാമ്പ്രയിൽ മൊബൈൽ ട്രൈബൽ യൂണിറ്റ് ഒരുങ്ങും. ജൂലൈ 3 വയനാട് ജില്ലയിലും കായകൽപ്പം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിന് വൈദ്യുതി വകുപ്പിന്റെ 23 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടിയായി. മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ മെഡിക്കൽ കോളേജിന് ലേഡീസ് ജെന്റ്സ് ഹോസ്റ്റൽ സൗകര്യം ഉറപ്പാക്കി. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കൽപ്പറ്റ ജില്ലാ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണം ത്വരിതപ്പെടുത്തും. വൈത്തിരി താലൂക്ക് ആശുപത്രിയെ മാതൃകാ ആശുപത്രിയായി ഉയർത്തും. ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കാൻ റൂറൽ മേഖലകളിലേക്ക് റീജിയണൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പരിഗണിക്കും. വയനാട് മെഡിക്കൽ കോളേജിന് റേഡിയോളജി വിഭാഗവും ലബോറട്ടറി വിഭാഗവും തുടങ്ങും. വയനാട്ടിൽ ആദ്യമായി MRI സൗകര്യവും CT, എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് വൈറോളജി ലാബ് എന്നിവ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുമായി സഹകരിച്ച് ആരംഭിക്കും. നല്ലൂർനാട് ക്യാൻസർ സെന്ററിലെ ഐസൊലേഷൻ വാർഡ് തുറന്നുകൊടുക്കും. രോഗി സൗഹൃദ സേവനമൊരുക്കി അടിമുടി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 400 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കി. കൂടാതെ ഒറ്റ ക്യൂവിൽ OP എടുത്ത് ഡോക്ടറെ കാണാനുള്ള സൗകര്യം. രോഗി സൗഹൃദ OPയുടെ ഭാഗമായി ജീവനക്കാരെ നിയമിക്കുകയും OPയിൽ കുടിവെള്ള സൗകര്യവും മെച്ചപ്പെട്ട ശുചിമുറി സേവനങ്ങളും ഒരുക്കി. വാർഡിൽ അഡ്മിറ്റായിരിക്കുന്ന രോഗികളുടെ രക്തപരിശോധനകൾ
വാർഡിൽ നിന്നും നേരിട്ട് സാമ്പിൾ എടുത്ത് റിസൾട്ട് ലഭ്യമാക്കുന്ന സൗകര്യം ആരംഭിച്ചു. ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടവർക്ക് ഡോക്ടറെ ഇടയ്ക്കിടെ കാണാതെ 6 മാസം വരെ മരുന്ന് വാങ്ങാനുള്ള സൗകര്യവും ലഭ്യമാക്കി. ഇതോടൊപ്പം തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ പുതുതായി MRI ഉൾപ്പെടെയുള്ള സ്കാനിംഗ് സൗകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. എല്ലാ PG വിദ്യാർത്ഥികൾക്കും റെസിഡൻസി ചെയ്യുവാൻ ആവശ്യമായ സീറ്റുകൾ സൃഷ്ടിക്കാൻ ഉത്തരവായി. വിദേശത്ത് പഠനം പൂർത്തിയാക്കുന്നവർക്ക് തിരികെ വന്നാൽ ഉടൻ ഹൌസ് സർജൻസി ചെയ്യുന്നതിനുള്ള അവസരവും ഉറപ്പാക്കും. ഇതര സംസ്ഥാനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ ലഭിക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനറ്റിക്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ കേന്ദ്രം യാഥാർത്ഥ്യമാകും. പൊതുജനങ്ങളിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ലഭിക്കുന്ന പരാതികൾ നിരീക്ഷിക്കാനും യഥാസമയം പരിഹാരം ഉറപ്പാക്കുന്നതിനുമായി AI സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സംവിധാനം നടപ്പിലാക്കി. ആരോഗ്യരംഗത്ത് 186 പുതിയ തസ്തികകൾ. കേന്ദ്ര അനുമതിക്കായുള്ള ചർച്ചകൾ പൂർത്തിയായിരിക്കെ കേരളത്തിൽ എയിംസിനായി 10 സ്ഥലങ്ങൾ കണ്ടെത്തി. ഹരിപ്പാട് സൂപ്പർ സ്പെഷ്യാലിറ്റി പുതിയ PG ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടനൊരുങ്ങും. ആശുപത്രി വികസന സമിതികളിൽ പട്ടികജാതി പട്ടികവർഗ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി. ആരോഗ്യരംഗത്ത് പുത്തനുണർവായി 415 പുതിയ ഡോക്ടർമാരുടെ നിയമനം. കാര്യക്ഷമമായ സേവനത്തിനായി താലൂക്ക്, ജില്ലാ ആശുപത്രികളിൽ ഹൌസ് സർജൻമാരെ നിയമിച്ചു. SAT ആശുപത്രിയിൽ സാംക്രമിക രോഗങ്ങൾക്കായി പ്രത്യേകം വാർഡും ആരംഭിച്ചു. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജായ K. കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചു. നിപ കൂട്ടായ പരിശ്രമത്തിലൂടെ പ്രതിരോധിച്ചു. ഷിഗല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ ജനകീയ ഇടപെടലിലൂടെ പ്രതിരോധിക്കാൻ സാധിച്ചു. 50 ദിനങ്ങൾ, സമാനതകളില്ലാത്ത നേട്ടങ്ങൾ. ആരോഗ്യ കേരളത്തിന്റെ കരുത്തുറ്റ ചുവടുവയ്പുകളുമായി ആരോഗ്യവകുപ്പ് മുന്നേറുന്നു.